ഞാൻ രണ്ട് ജനങ്ങളോട് കമന്റ്സിൽ ഞാൻ അങ്ങനെ റിപ്ലൈ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്ന് രാഹുൽ ഗാന്ധി, കാരണം എന്താ പറയുന്നത്, എന്തിനു വേണ്ടി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ അങ്ങനെ ഒരു വ്യക്തിയാണ്. എന്റെ മലയാളം, എന്റെ മുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ഭാഷയിൽ സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയട്ടെ. അദ്ദേഹത്തിന്റെ ആലോചന, അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുന്നു. അല്ല ഞാൻ കാണുന്നത് ഒരു സാമാന്യ ബുദ്ധിയോട് ഞാൻ പറയാണ്. 10 കൊല്ലം ഭരിച്ച LDF എങ്ങനെയാണ് 3ാം തവണ ജനങ്ങൾ അവരെ സർക്കാരിൽ കൊണ്ടുവരാൻ പോകുന്നത്? ഒന്ന് ആലോചിക്കും. ഈ ഒരു ട്രാക്ക് റെക്കോർഡ് കഴിഞ്ഞ് 10 കൊല്ലം നാടിനെ നശിപ്പിച്ച LDFന് ആരെങ്കിലും വോട്ട് കൊടുത്തിട്ട് ഭരിക്കാൻ ഒരു അവസരം കൊടുക്കുമോ ഇനി? അല്ല, 10 കൊല്ലം ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യക്കാർ കൊടുത്തിട്ടില്ലല്ലോ. 2004 മുതൽ 14 ജനങ്ങളെ ആണെന്ന് വിചാരിക്കാറ്. ഈ ഇലക്ഷൻ വരാൻ പോകുന്നത് ശരിക്കും കോമൺ സെൻസ് അല്ല, സാമാന്യ ബുദ്ധിയോട് നിങ്ങൾ അനലൈസ്. നിങ്ങൾ പൊളിറ്റിക്കൽ എക്സ്പെർട്ട് ആയിരിക്കും, ഞാനല്ല. പക്ഷെ സാമാന്യ ബുദ്ധിയോട് നോക്കിയാൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് UDF-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തും, മറുവശത്ത് BJP NDA 2020 BDJs. ഇത് ജനങ്ങൾ തീരുമാനിക്കും. താങ്ക് യു.